ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കാവ്യ എടുത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ അനുപമ കേട്ടോ. അനുപമ പറയുന്നുണ്ട്, അവളുണ്ടല്ലോ ആ അഞ്ജലി ഇവിടെ ആധിപത്യം തുടങ്ങി. അത് മാത്രല്ല, ആ പത്മ വീണ്ടും രാജാജി നഗർ കോളനിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സത്യമാണോ ചേച്ചി പറയണത് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ, ഞാൻ ഈ സമയത്ത് വിളിച്ച് കള്ളം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, ഇതിപ്പോ എന്തു ചെയ്യും? അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ലല്ലോ. അച്ഛൻ വരുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം. വേണ്ട കുറുപ്പങ്ങളിലോടൊന്നും പറയണ്ട. ഞാൻ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നീ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. അവിടേക്ക് കാർത്തിക് വരുന്നുണ്ട്. ആരാടി എന്ന് ചോദിക്കുമ്പോൾ കാവ്യ മിണ്ടല്ലേ എന്നിങ്ങനെ പറയാണ്. അനുപമ പറയുന്നുണ്ട്, പിന്നെ നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കാട്ടോ. അതായത് പത്മ കേസ് തോൽക്കുകയാണെങ്കിൽ അഞ്ജലി അർജുന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോണമെന്ന് അനുപമ പറഞ്ഞതും അത് സമ്മതിച്ച് അഞ്ജലി വാക്ക് കൊടുത്തതും ആ കാര്യം കൂടി പറയാണ് അനുപമ. അത് കേൾക്കുമ്പോൾ കാവ്യക്ക് സമാധാനമാവുന്നുണ്ട്. എന്തായാലും ചേച്ചി അങ്ങനത്തെ ഒരു കാര്യം നിലപാട് വെച്ചത് വളരെ നന്നായി. ശരി, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ശരി എന്നാ, എന്തിനുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് അനുപമ ഫോൺ വെക്കാണ്. ശേഷം അനുപമ മനസ്സിൽ വിചാരിക്കേണ്ട, ഞാൻ ഈ കാര്യം ആരോടും പറയേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ ഇപ്പൊ തന്നെ ഈ കാര്യം കാർത്തികിനോട് പറയും, ബാക്കിയെല്ലാം അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് അനുപമ. കാർത്തിക് ചോദിക്കേണ്ട, എന്താ കാര്യം? കാവ്യ പറയുന്നുണ്ട്, എടാ അത് വേറൊന്നുമില്ല. അവളുണ്ടല്ലോ ആ അഞ്ജലി, അവൾ വീണ്ടും കോടതിയിലേക്ക് പോകാൻ തുടങ്ങിയെന്ന്. കോടതിയിലേക്ക് പോവാനോ? അതെ, അത് മാത്രല്ല, ആ പത്മ അവള് രാജാജി നഗർ കോളനിയിലേക്ക് വീണ്ടും ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അവള് രാജാജി നഗർ കോളനിയിലേക്ക് വീണ്ടും വന്നോന്നേ ഇപ്പൊ അനുപമ ചേച്ചി പറഞ്ഞിട്ടാ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണത്. എങ്കിൽ അവളുടെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അവളെങ്ങനെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിലിൽ കിടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റൂ എന്ന് കാർത്തിക്കും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്യാമളേനെയാണ് കേട്ടോ. ശ്യാമള ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് പത്മയും വരുന്നുണ്ട്. പത്മേനെ കാണാൻ വേണ്ടി അമ്പാടി ഒളിച്ചും പാത്തും അഞ്ജലിയുടെ വീട്ടിലേക്ക് വരുവായിട്ട്. അപ്പൊ നോക്കുമ്പോ പത്മ മാത്രല്ല ശ്യാമളയും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അമ്പാടി വേഗം ആ മരത്തിന്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഈശ്വര, ഈ അമ്മക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? രാത്രി ഇത്രയും നേരം ആയല്ലോ. പക്ഷേ പത്നിയെടുത്ത് ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കുക വെച്ചപ്പോൾ അത് നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പാടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പത്മ ശ്യാമളെടുത്ത് ചോദിക്കേണ്ട, അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അതോ ശിവരാമേട്ടൻ ഇതുവരെ വന്നില്ല മോളെ എന്ന് പറയാണ്. അത് അച്ഛൻ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പതുക്കെ സംസാരിച്ച് നടന്നു വരുമായിരിക്കും. വരട്ടെ, കുഴപ്പമില്ല. എങ്കിലും അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ശിവരാമേട്ടൻ വന്നിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? അതോ അവിടെ നമ്മുടെ അടുത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യമാണ്. ഏതമ്പലം അമ്മേ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പൊ ആ അമ്പലത്തിന്റെ പേര് പറയുന്നുണ്ട്. അയ്യോ, അതിവിടുന്ന് ഇത്ര ദൂരമല്ലേ എന്ന് പത്മ ചോദിക്കുമ്പോൾ, അതേന്നേ, മുമ്പേ ഞാനും ശിവരാമേട്ടനും എല്ലാ മാസവും വ്യാഴാഴ്ച ആ അമ്പലത്തിൽ പോകുമായിരുന്നു. നല്ല ശക്തിയുള്ള ദൈവമാ. ഞങ്ങളുടെ മഹാവിഷ്ണുവിടെ പാദങ്ങളൊക്കെ തൃപ്പാദങ്ങളൊക്കെ ഉള്ള ക്ഷേത്രം, തൃപ്പാദ ക്ഷേത്രം എന്നാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അഞ്ജലിയും അനുപമയും വയറ്റിലുള്ള സമയത്ത് മാത്രമേ ഞാൻ അവിടെ പോവാതിരുന്നിട്ടുള്ളൂ. അവിടെ ഇപ്പൊ പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടക്കുക. ശിവരാമേട്ടൻ വന്നിട്ട് വേണം ആ അമ്പലത്തിൽ പോകുന്ന കാര്യം ഒന്ന് പറയാനായിട്ട്. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ശിവരാമൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇന്നാ ശ്യാമളെ, കുറച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങളാ. അത് കൊള്ളാലോ, ഇതൊന്നും പതിവില്ലാത്തയാണല്ലോ. അതെ, നിങ്ങൾ ഇവളെ കണ്ടില്ല പത്മേനെ? എന്ന് പറഞ്ഞ് പത്മേനെ നോക്കിയിട്ട് ശിവരാമൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. ശിവരാമൻ പറയട്ടെ, അതെ, വൈകിയത് എന്താന്ന് ശ്യാമള ചോദിക്കുമ്പോൾ, അത് വേറൊന്നല്ല, ഒരു ജോലി കിട്ടി. ജോലിയോ? എന്ത് ജോലി? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം ശ്യാമളെ. നീ ആദ്യം കുളിക്കാൻ ചൂടുവെള്ളം വെക്ക്. എനിക്ക് നന്നായിട്ടൊന്ന് കുളിക്കണം. മേലാസകലം ഒരു വേദന. ശരി, എന്നാ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ശ്യാമള ശിവരാമനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. പത്മയും അകത്ത് കയറാൻ പോകുമ്പോഴേക്കും അമ്പാടി വിളിക്കുകയാണ്. എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പത്മ പുറകിലേക്ക് നോക്കുമ്പോൾ അമ്പാടിനെ കാണണ്ട. പത്മേ, ഞാനാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പത്മ വേഗം അമ്പാടി അടുത്തേക്ക് പോകുന്നുണ്ട്. അയ്യോ, അമ്പാടി ചേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ? പപ്പി, എനിക്ക് നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഒരു സമാധാനം ഇല്ല. പപ്പി, ഞാൻ നിന്നെ വല്ല ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിക്കോട്ടെ? അതൊന്നും വേണ്ട അമ്പാടി ചേട്ടാ, ഞാൻ ഇവിടെ സേഫാണ്. എനിക്ക് പേടി. അമ്പാടി ചേട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടാ. എൻ്റെ കാര്യം ആലോചിച്ചിട്ടോ? അതെ, അമ്പാടി ചേട്ടനെതിരെ സംഭവിക്കുന്നോർത്തിട്ടാ എനിക്ക് പേടി. എനിക്കെന്ത് സംഭവിക്കുന്ന പപ്പി? ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ നടന്നവനെ നിന്നെ കണ്ടുമുട്ടിയ പിന്നെയാണ്
ജീവിതത്തിൽ ജീവിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. നിന്നിൽ കവിനൊന്നും എനിക്കിനി വേണ്ട പപ്പി എന്ന് അമ്പാടി ഇങ്ങനെ പറയുമ്പോൾ ആ സ്നേഹം കണ്ട് പത്മയുടെ കണ്ണ് നിറയാട്ടോ. ശേഷം അമ്പാടി ചോദിക്കേണ്ട, അഞ്ജലി എങ്ങാനും നിന്നെ വിളിച്ചിരുന്നോ? നീ ഇവിടെ വന്ന കാര്യം ഞാൻ അർജുനോട് പറഞ്ഞിരുന്നു. അർജുൻ ഇതിനോടകം ആ കാര്യം അഞ്ജലി അടുത്ത് പറഞ്ഞു കാണുമല്ലോ. അഞ്ജലി നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല അമ്പാടി ചേട്ടാ. അതൊക്കെ എന്നെ വിളിച്ചോളൂന്നേ. അഞ്ജലി ചേച്ചി തിരക്കിലായിരിക്കും, പാവം അവിടെ ഇരുന്ന് കഷ്ടപ്പെടുവല്ലേ. അമ്പാടി പറയണ്ട, അഞ്ജലിയുടെ കാര്യവും കഷ്ടമാണ്. വാദിയും അതുപോലെ തന്നെ പ്രതിവാദം വക്കീലും ഒരേ കുടക്കീടിലല്ലേ. അതുകൊണ്ട് അഞ്ജലിയുടെ കാര്യവും കഷ്ടം തന്നെയാണ്. അഞ്ജലിയുടെ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണമല്ലോ എന്ന് അമ്പാടി പറയുന്നുണ്ട്. ആ സമയത്ത് പത്മ പറയണ്ട, അമ്പാടി ചേട്ടാ പോയിട്ട് പോ, പിന്നെ വാ. ഇവിടുത്തെ ആരെങ്കിലും കണ്ടവർക്ക് പ്രശ്നമാകും. അമ്പാടി ചേട്ടാ പോയിക്കോ, ഒരു കുഴപ്പമില്ല, എനിക്ക് ഞാൻ ഇവിടെ സേഫാണ്. ശരി പപ്പി എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ നിന്ന് പോവാട്ടോ. അമ്പാടിയുടെ സ്നേഹം കാണുമ്പോൾ പത്മക്കും ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പത്മയും അകത്ത് കയറി പോവാണ് ചെയ്യണത്. പിന്നീട് കാണിക്കുന്ന അഞ്ജലിനെയാണ്. അഞ്ജലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രമ്യ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാട്ടോ. രാവിലെ ആട്ടോ. അപ്പൊ അഞ്ജലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ അഭി വരുവാണ് ഭക്ഷണം കഴിക്കാൻ. അഭിനെ കാണുമ്പോൾ തന്നെ അഞ്ജലി അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ. അഭി പറയണ്ട, താനിവിടേക്കാട്ടോ എഴുന്നേറ്റ് പോണത്? ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവം തമ്പുരാൻ വന്നാൽ പോലും എഴുന്നേക്കാൻ പാടില്ലെന്നാ പറയുന്നത്. അതെന്റെ കഴിച്ചു കഴിഞ്ഞു എന്ന് അഞ്ജലി പറയാണ്. കഴിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത ആള് വന്നിരിക്കുമ്പോൾ അയാൾക്ക് ഫുഡ് വിളമ്പി തന്നൂടെ എന്ന് ചോദിക്കേണ്ട അഭി. അങ്ങനെ അഭി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അഞ്ജലി അടുക്കളയിലേക്ക് പോയിട്ട് രമ്യ ചെറിയമ്മയോട് ചോദിക്കേണ്ട, അനുപമ എഴുന്നേറ്റില്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ കണക്കാ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ഒരു പ്ലേറ്റും ദോശയൊക്കെ ആയിട്ട് അഭിക്ക് വിളമ്പി കൊടുക്കാട്ടോ. അഭി പറയണ്ട്, അഞ്ജലി ഈ ഇതിലെ ഒട്ടും വെള്ളമില്ല, കുറച്ച് വെള്ളം എടുത്തിട്ട് വരാവോ എന്ന് ചോദിക്കണം. അഞ്ജലി വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും അനുപമ അവിടേക്ക് വരുവാട്ടോ. അഭി കഴിക്കാൻ വന്നിരുന്നോ? എന്ന് അഭിയുടെ കൂടെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അനുപമ അടുത്തേക്ക് വരുമ്പോഴാണ് അഞ്ജലി വെള്ളം ഇട്ട് വരുന്നത്. അനുപമ കാണുന്നു കേട്ടോ. അഞ്ജലി ആ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അനുപമ പറയണ്ട, എടി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവിടേക്ക് വരുവാട്ടോ. നീ എന്താണ് എന്റെ ഭർത്താവിന് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത്? അതിന് ഞാൻ ഇവിടെ ഉണ്ട്. ഈ വീട്ടിൽ ആര് ഭക്ഷണം എടുത്തു കൊടുത്താലും നീ ഭക്ഷണം എടുത്ത് കൊടുക്കണ്ട. ഇത് കേൾക്കുന്ന അഭി ചോദിക്കണ്ട്, എന്താ അനുപമേ, എന്താ നിന്റെ പ്രശ്നം? ഇവളെനിക്ക് പേടിയാ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ഇവള് വിഷം ചേർത്ത് തരും എന്ന് പറയാണ്. ആ സമയത്ത് ചേച്ചി എന്ന് അഞ്ജലി വിളിക്കുമ്പോൾ, ചേച്ചിന്നോ? ആരടി നിന്റെ ചേച്ചി? വെള്ളത്തിനേക്കാളും കട്ടി കുറവാടി നമ്മുടെ ബ്ലഡിന്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല, മനസ്സിലായി നിനക്ക്? ഇത് കേൾക്കുന്ന അഭി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരും എനിക്ക് വിഷം കലർന്ന ചോറോ വെള്ളമോ ഒന്നും തരില്ല. അത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ നീ തരും. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും വിശ്വാസമില്ലാത്തത് നിന്നെയാണ്. ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോരെ, നിന്റെ പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് പോകുവാണ് ചെയ്യണം ഭക്ഷണം കഴിക്കാതെ. ഇത് കേട്ടിട്ട് അഞ്ജലി പറയണ്ട അനുപമ എടുത്ത്, കഷ്ടം തന്നെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും അവിടെ നിന്ന് പോവാട്ടോ. അനുപമ ആകെ നാണം കെട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന കുറുപ്പിനെയാണ്. കുറുപ്പ് കുറച്ച് അമ്പല കമ്മിറ്റിക്കാരെയൊക്കെ അവിടെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്പല കമ്മിറ്റിക്കാരുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അമ്പല കമ്മിറ്റിക്കാരോട് പറയണ്ട്, അതെ ക്ഷേത്രത്തിന്റെ സംഭാഷണവും കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നില്ലല്ലോ, ഇവിടെ വെച്ചാണെങ്കിലും നടത്താം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അതെ, തൃപ്പാദ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളായിട്ട് പിരിവിനെ വേണ്ടി നന്നായിട്ട് ഇറങ്ങണം, എങ്കിലും ഞങ്ങൾക്ക് അതിൽ നിന്ന് നക്കാപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് കുറുപ്പ് പറയുന്നത്, അത് ഏതായാലും നന്നായി. അതെ, ഞങ്ങൾ ഇറങ്ങുവാ സാറേ, ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ഒരു സ്ഥലം വരെ പോകണം. അയ്യോ, കഴിച്ചിട്ട് പോവാടോ? അതല്ല, നമ്മുടെ അച്ചായനെ 10 ലക്ഷം രൂപയാണ് തരാൻ വേണ്ടി പറഞ്ഞേക്കണത്. അമ്പലത്തിലെ കാര്യത്തിന് 10 ലക്ഷം രൂപയോ? അതെ. ആ സമയത്ത് കുറിപ്പ് കണ്ടു, എങ്കിൽ കലക്കും. അതെ, നിങ്ങളെ ജാതി മത ഭേദമില്ലാതെ എല്ലാത്തിലേക്കും അങ്ങോട്ട് ഇറങ്ങി ചെന്നേക്ക്, എല്ലാവരുടെ കയ്യിൽ നിന്ന് പിരിച്ചേക്ക്, അപ്പോഴേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൈയിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ സാറേ, ശരി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ കാർത്തിക് ഇറങ്ങി പോകാൻ വേണ്ടി പോകുമ്പോൾ കുറിപ്പ് ചോദിക്കണ്ട, നീ ഇത് എവിടേക്കാടാ പോണത്? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, അച്ഛൻ ഡൽഹിക്കെന്നും അവിടെയൊന്നും ഇവിടെ നിന്നൊക്കെ പോയി നടന്നോ? എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും കാവ്യ പറയണ്ട്, അതവൻ പറഞ്ഞ ശരിയാണ്, ഇവന്റെ എന്ത് കാര്യം അതൊക്കെ രാഘവനുണ്ണി നോക്കിക്കോളും. രാഘവനുണ്ണി അയാളെ വിശ്വസിക്കുന്നത് അച്ഛന്റെ ഏറ്റവും വലിയ തെറ്റ്. അയാൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ അച്ഛൻ അറിയാവോ എന്ന് കാർത്തിക് ചോദിക്കുകയാണ്. എന്ത് കാര്യം? അഞ്ജലിയുടെ കാര്യം അപ്പൊ അച്ഛനൊന്നും അറിഞ്ഞില്ലേ? അവളിപ്പോ ശംഖുചക്രത്തിലെ വീട്ടു ജോലിക്കാരിയല്ലേ? അതൊക്കെ അച്ഛന്റെ തെറ്റിദ്ധാരണയാ. അവളെ ഇന്ന് കോടതിയിൽ പോയിരുന്നു. അത് മാത്രല്ല, പത്മ വീണ്ടും രാജാജി നഗറിൽ കോളനിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ അയാളുടെ വാക്കും കേട്ട് ഇവിടെ വിശ്വസിച്ചിരുന്നോ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, എനിക്കറിയാം ഇനി എന്ത് ചെയ്യണോന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.